ജിബർലിക് ആസിഡ് മുക്കുന്നതിന് പെട്ടെന്ന് വലുതാവും. അങ്ങനെ നമ്മൾ മാംഗോയിലൊക്കെ നമ്മൾ ജിബർലിക് ആസിഡ് സ്പ്രേ ചെയ്യാറുണ്ട്. റെഗുലേറ്റർ അല്ലെങ്കിൽ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ചെടിക്കകത്തുണ്ടാക്കുന്നതിന്, ചെടി തന്നെ സ്വന്തമായിട്ടുണ്ടാക്കുന്നതിന് പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയും. റെഗുലേറ്റർ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഉപയോഗിക്കുമ്പോൾ ചെടിക്ക് ബാലൻസ് ആയിട്ട് ന്യൂട്രിയൻസ്, അത് NPK, കാൽസ്യം, മഗ്നീഷ്യം. എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ദീപാവലിയാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പേരിൽ ദീപാവലി ആശംസകൾ. നമ്മളോടൊപ്പം ഇന്ന് സുരേഷ് സാറുണ്ട്. നമസ്കാരം സാറേ. നമസ്കാരം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ദീപാവലിയെ സ്പെഷ്യലായിട്ട് നമ്മളിന്ന് ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ട്. ഗ്രോത്ത് റിട്ടാർഡൻറ്റ്, ഗ്രോത്ത് ഹോർമോൺസ്, ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. ഈ 3 കാര്യങ്ങളെപ്പറ്റി എന്താണെന്ന് കർഷകർക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇതടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കായുണ്ടാവും, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് വിൽക്കുന്നത് തന്നെ. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണം, എന്താണിത്, ഈ 3 എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണം. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു. ഈ ഗ്രോത്ത് ഹോർമോൺസ് എന്ന് പറയുന്നത് ചെടികളിൽ തന്നെ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന ബയോകെമിക്കൽ റിയാക്ഷൻ വഴി ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽസിനെയാണ് ബയോകെമിക്കൽസിനാണ് നമ്മൾ ഗ്രോത്ത് ഹോർമോൺസ് എന്ന്. അത് ചെടികൾക്കകത്തുണ്ടാകുന്നത്. അത് ഓക്സിൻ, സൈറ്റോകൈൻ, ജിബർലിൻസ്, അങ്ങനെ അബ്സിസിക് ആസിഡ് 4 ഗ്രൂപ്പിൽപ്പെട്ടതാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റ് ഇതെല്ലാം കണ്ടുപിടിച്ച ശേഷം ഇതിൻ്റെ കുറവ് കൂടുകയോ കുറയുകയോ ചെയ്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഉദാഹരണത്തിന് ജിബർലിക് ആസിഡിൻ്റെ അളവ് ചെടിയിൽ GA1 to 100 മേളിൽ വരെ ഫോംസ് ഉണ്ട് ജിബർലിക് ആസിഡിൻ്റെ. അപ്പോൾ ഇതിൻ്റെ അളവ് കുറഞ്ഞ ചെടിക്ക് ഹൈറ്റ് കൂടത്തില്ല, കോശങ്ങൾക്ക് നീളം കൂടും. അതിനാണ് ജിബർലിക് ആസിഡ്. ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കെമിക്കൽസിനെ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ഫാക്ടറികളിൽ ഇതിൻ്റെ മോളിക്യൂൾസിനെ തയ്യാറാക്കി പല ഫോർമുലേഷനിലാക്കി പുറത്ത് വിൽക്കുമ്പോഴാണ് അതിനെ ഗ്രോത്ത് റെഗുലേറ്റർ അല്ലെങ്കിൽ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ചെടിക്കകത്തുണ്ടാക്കുന്നതിന്, ചെടി തന്നെ സ്വന്തമായിട്ടുണ്ടാക്കുന്നതിന് പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയും. പുറത്ത് സിന്തറ്റിക് ആയിട്ടുണ്ടാക്കുന്നതിന് ഗ്രോത്ത് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഈ ഓവറായിട്ട് നമ്മൾ ജിബ്രാലിക് ആസിഡ് പോലെ ഉപയോഗിച്ചിട്ടുണ്ട്, എന്താണ് സംഭവിക്കുക? നമ്മുടെ ജിബർലിക് ആസിഡ് എന്ന് ഞാൻ പറയുമ്പോഴത്തേന് ജിബർലിക് ആസിഡ് ചെടിയുടെ എലോങ്കേഷനും പല സെൽ ഡിവിഷനിൽ കാര്യമായിട്ട് ഇല്ലെങ്കിൽ പോലും സെൽ എലോങ്കേഷനാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചില ചെടികളിൽ. അത് ഇപ്പം ഉദാഹരണത്തിനായിട്ട് നമ്മുടെ ഗ്രേപ്സ്, മുന്തിരിയിൽ തന്നെ നമ്മൾ മുക്കുന്നുണ്ട്, കപ്പിൽ കൊണ്ട് മുക്കുന്നുണ്ട്. അതെന്തിനാണ്? ജിബർലിക് ആസിഡ് മുക്കി പെട്ടെന്ന് വളരാനും അതിൻ്റെ സീഡ്സ് ഉണ്ടാകാതിരിക്കാൻ, സീഡ്ലെസ് ഉണ്ടാക്കാനും അത് ഉപയോഗിക്കാറുണ്ട്. ജിബർലിക് ആസിഡ് മുക്കുന്നതിന് പെട്ടെന്ന് വലുതാവും. അങ്ങനെ നമ്മൾ മാംഗോയിലൊക്കെ നമ്മൾ ജിബർലിക് ആസിഡ് സ്പ്രേ ചെയ്യാറുണ്ട്. ഇവിടെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഇല കർഷകർ തന്നെ ജിബർലിക് ആസിഡ് കൊണ്ടുവന്നിട്ട് എന്തോ സ്പിറ്റിലങ്ങോട്ട് കലക്കിയിട്ട് സ്പ്രേ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് വ്യാപകമായിട്ടുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഗ്രോത്ത് പ്രൊമോട്ടർ അല്ലെങ്കിൽ ഗ്രോത്ത് റെഗുലേറ്റർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെടികളിൽ അതിൻ്റെ അളവ് പല കാലാവസ്ഥാ വ്യതിയാനമോ ക്ലൈമാറ്റിക് കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോഴാണ് അത് എക്സ്പ്രഷൻ വരാതിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ എക്സിജനസായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ജിബർലിക് ആസിഡ് നമ്മൾ എക്സസൈസ് കൊടുത്തുമ്പോൾ കൂടുതൽ കൊടുപ്പിക്കുമ്പോൾ നീണ്ടുപോയി മുളക് കണക്കായി പോവും, അരിയെണ്ണം കുറയുന്നു, ചെടിക്ക് ഭയങ്കരമായിട്ട് ഹൈറ്റൊക്കെ കൂടുന്നൊരു പ്രശ്നം ഉണ്ടാകാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് അതങ്ങ് ഇല്ലാതായപ്പോൾ. എപ്പോഴാണ് ഒരു ഗ്രോത്ത് റെഗുലേറ്റർ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഉപയോഗിക്കുമ്പോൾ ചെടിക്ക് ബാലൻസ് ആയിട്ട് ന്യൂട്രിയൻസ്, അത് NPK, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, മൈക്രോ ന്യൂട്രിയൻസ്, ഇതെല്ലാം നമ്മുടെ ബാലൻസ് ആയിട്ട് ചെടിക്ക് ഫുൾ കൊടുത്തതിന് ശേഷം മാത്രമേ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ അത് വളരെ റിസ്ക് ഉള്ള കാര്യം. ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിൻ്റെ അളവ് ഉപയോഗിക്കുമ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടായി തന്നെ പലപ്പോഴും പൂ പൊഴിയാനോ കാ പൊഴിയാനോ നെഗറ്റീവ് എഫക്ട്സ് ഒരുപാടുണ്ടാകും. പലർക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട്. ജിബർലിക് ആസിഡ് ഉപയോഗിച്ച് പലർക്കും പറ്റി. അതിനുശേഷം പിന്നെ ടോട്ടൽ അത് ഇല്ലാതായി പോയായിരുന്നു. പിന്നെ ഗ്രോത്ത് റിട്ടാർഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ചില ചെടികൾ കണ്ടിട്ടുണ്ട്, ചില തോട്ടങ്ങളിൽ നൈട്രജൻ്റെ ലെവൽ ഹൈ ആയി കഴിഞ്ഞാൽ തട്ടയ്ക്ക് ഭയങ്കര ഹൈറ്റ് ഉണ്ടാവും. ഇന്ന് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടായിരുന്നു, തട്ടയ്ക്ക് ഹൈറ്റ് കൂടിയ ആൾക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. നമുക്കറിയാമല്ലോ, ഈ ജിബർലിനാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് കൂടുന്നത്. റിട്ടാർഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സൈക്കോസെൽ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, മെപ്പിക്വാട്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് റിട്ടാർഡൻറ്റ് ഗ്രൂപ്പിൽ വരുന്നത്. മെയിനായിട്ട് നമുക്കിവിടെ കൊമേഴ്സ്യലായിട്ട് ഇവിടെ കിട്ടുന്നത്. ഈ റിട്ടാർഡൻറ്റ് ഉപയോഗിക്കുന്ന കോശങ്ങളുടെ സൈസ് ചെറുതാകുന്നു. അപ്പോൾ അതിനകത്ത് ഹരിതകത്തിൻ്റെ അളവ് കൂടുന്നു, കോൺസെൻട്രേഷൻ കൂടുന്നു. അപ്പോൾ ചെടി പച്ചയാകുന്നു. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി കൂടുന്നു. രണ്ടാമത് ശരിയായ രീതിയിൽ ഗ്രോത്ത് റിട്ടാർഡൻറ്റ് കൊടുക്കുന്നപ്പോഴാണ് ഭയങ്കരമായിട്ട് വളർത്തുകൊണ്ടതിൻ്റെ വളർച്ച മുരടിപ്പിച്ചിട്ട് ഫോട്ടോസിന്തസിസ് കൂടുമ്പോൾ കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കും. അതുവഴി ഫ്ലവറിങ്ങിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഗ്രോത്ത് റിട്ടാർഡൻറ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ പലപ്പോഴും പിന്നെ രണ്ടാമത് ഈ ഗ്രോത്ത് റിട്ടാർഡൻറ്റിന് വേറൊരു കാര്യമുണ്ട്. ഈ ഇലയിലുള്ള സുഷങ്ങൾ വഴിയാണ്
ഈ ശ്വാസോച്ഛ്വാസം നടക്കുന്നതും ട്രാൻസ്പിറേഷനെല്ലാം നടക്കുന്നത്. അപ്പം ഇതിൻ്റെ സുഷിരങ്ങൾ അടഞ്ഞു പോകുന്നു, ചെറുതായി പോകുന്നു. അപ്പോൾ അകത്തു നിന്നുള്ള വെള്ളത്തിൻ്റെ പുറത്തേക്ക് പോകുന്നതിന് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ഗ്രോത്ത് റിട്ടാർഡൻറ്റിന് കഴിയുന്നുണ്ട്. അപ്പം ഈ ഗ്രോത്ത് റെഗുലേറ്റർ റിട്ടാർഡൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചില്ല എങ്കിൽ, നമ്മൾ മരുന്ന് കടയിൽ കിട്ടി അത് മേടിച്ചടി ഇതടി മേടിക്കുന്ന ടോണിക് എന്ന് പറഞ്ഞെന്നും പല പേരുകളിൽ വരുന്നുണ്ട്. ഇത് അടിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ചെടിക്ക് ഭയങ്കരമായിട്ട് വളർച്ച ഉണ്ടാകുന്നു, പൂക്കൾ കൊഴിഞ്ഞു കാണിക്കുന്നു, അല്ലെങ്കിൽ കായ്ക്ക് വലിപ്പം കൂടുന്നു, മുളക് കണക്കായി പോകുന്നു, അരിയെണ്ണം കുറയുന്നു, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻ വരാറുണ്ട്. അത് ശരിയായ അറിവോടുകൂടിയുള്ള രീതിയിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇതുപോലെ തന്നെയല്ലേ നമ്മൾ ഈ മെഥലോബാക്ടർ എന്നൊരു ബാക്ടീരിയ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നത് ഈ ഇപ്പോൾ സാറ് പറഞ്ഞു, ഇപ്പോൾ റിട്ടാർഡൻറ്റിനെ പറ്റി പറഞ്ഞു, അപ്പോൾ ജലലഭ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കത്തില്ല? അല്ല, മെത്തലോബാക്ടർ എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മെത്തലോബാക്ടർ എന്ന് വെച്ചാൽ ഉണക്കം കൂടുമ്പോൾ ഈ നമ്മുടെ ഈ ചെടികളെ ശ്വസന പ്രക്രിയ സ്റ്റൊമാറ്റോ വഴി ഓക്സിജൻ ഇപ്പോൾ ഈ പുറത്ത് വരുന്നത്, അപ്പോൾ മീഥേൻ ഗ്യാസൊക്കെ പുറത്ത് വരുന്നുണ്ട്. ആ സമയത്ത് ഈ മെത്തലോബാക്ടറിനെ സ്പ്രേ ചെയ്ത് മെത്തലോബാക്ടർ ആ മീഥേൻ ഗ്യാസിനെ പിടിച്ചിട്ട് അതിൻ്റെ മെറ്റബോളിസത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് ഫാസ്റ്റായിട്ട് വളരുകയും അതുവഴി ഉണ്ടാകുന്ന ന്യൂട്രിയൻസും പലതരത്തിലുള്ള ഹോർമോൺസ്, അമിനോ ആസിഡ്സ് എല്ലാം ചെടികൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ചെടിക്കകത്തൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ എൻ്റെ സ്റ്റൊമാറ്റോയിൽ ഇവൻ ചെന്ന് അസോസിയേറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ അതുവഴി എന്തുകൊണ്ട് ഉണക്കിനെ പിടിച്ചിട്ടാൻ പറ്റും, ഈ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. ചെടിക്കകത്തൊരു AC ഫിറ്റ് ചെയ്ത ഒരു എഫക്റ്റാണ് മെത്തലോബാക്ടറിന് ചെയ്യാൻ പറ്റുന്നത്. ഈ ജലലഭ്യത കുറവുള്ള സ്ഥലത്ത് നമുക്ക് മെത്തലോബാക്ടർ ഉപയോഗിക്കാം. അത് പ്രകൃതിയുടെ അഡാപ്റ്റേഷൻ. മെത്തലോബാക്ടർ നമ്മൾ മനുഷ്യരാൻ കണ്ടില്ല, പ്രകൃതി തന്നെ കണ്ടുപിടിച്ച സാധനമാണ് മെത്തലോബാക്ടർ. നമുക്കറിയാം പല മരുഭൂമികളിലൊക്കെ പല വേപ്പിൻ്റെ മരങ്ങളും മറ്റുള്ള മരങ്ങളൊക്കെ ഒരുപാട് നല്ല ഫാസ്റ്റായിട്ട് വളർന്ന് കണ്ടിട്ടുണ്ട്, മറ്റുള്ള കരിഞ്ഞു പോകുന്നു. അപ്പോൾ ഈ മെത്തലോബാക്ടറിൻ്റെ അസോസിയേഷൻ കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ മെത്തലോബാക്ടർ അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ കൾച്ചർ ചെയ്തിട്ട് സാധാരണ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അത് ഭയങ്കരമായിട്ട് ചെയ്തു. ഇപ്പം ഞങ്ങൾ പറഞ്ഞത് എൻ്റെ നമ്മുടെ പ്രോജക്റ്റ് കിടക്കുന്ന രാജസ്ഥാനിലുണ്ട്, മഹാരാഷ്ട്ര ഡ്രൈലാൻഡ് അഗ്രികൾച്ചറിലാണ് നമ്മളെ മെയിൻ വർക്ക് നടക്കുന്നത്. അതിനകത്ത് നമ്മളെ മെത്തലോബാക്ടർ കർഷകരെ കൊണ്ട് മൾട്ടിപ്ലൈ നമ്മൾ സ്പ്രേ ചെയ്യാനുള്ള വലിയൊരു പ്രോഗ്രാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മെത്തലോബാക്ടർ 1 ലിറ്റർ പടിക്ക് 250-300 രൂപ ചിലവ് വരും. ഇപ്പോൾ അവിടെ നമ്മൾ കർഷകരെ കൊണ്ട് ഇപ്പോൾ ഗ്രെയിൻസ് നമ്മുടെ ഗോതമ്പ് ചെയ്യുന്നുണ്ട്, ബാർലി ചെയ്യുന്നുണ്ട്, പിന്നെ കടല, കടുക്, ഇങ്ങനെയുള്ള കൃഷിക്കാരുണ്ട്. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ അളവ് ലഭ്യത കുറവാണ്. അപ്പോൾ അത് കുറവിനെ പരിഹരിക്കാൻ വേണ്ടി മെത്തലോബാക്ടർ കർഷകരെ കൊണ്ട് നമ്മുടെ കമ്പനിയുടെ നെറ്റ്വർക്ക് വഴി നമ്മൾ അതിനെ കൾച്ചർ ചെയ്യിച്ച് കർഷകർക്ക് ഗ്രാസ് റൂട്ട് ലെവൽ ട്രെയിനിങ് കൊടുത്ത് നമ്മൾ ചെയ്യിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ കുറച്ച് മാത്രം കർഷകരെ കൊണ്ട് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ എന്ന് വെച്ചാൽ നമ്മൾ 5 ലക്ഷം കർഷകരിൽ കൂടുതൽ ആൾക്കാർക്ക് നമ്മളിങ്ങനെയുള്ള ടെക്നിക്കൽ സപ്പോർട്ട് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഗ്രോത്ത് റിട്ടാർഡൻ്റ് ആണെങ്കിലും പ്രൊമോട്ടർ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൊന്ന് ചിന്തിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ വളം ബേസിക്കായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് രണ്ടോ അപ്ലൈ പറ്റുള്ളൂ. ശരി, ബാലൻസ്. ഇപ്പം നമ്മൾ വളം കൊടുക്കുന്നു എന്ന് വെച്ച് ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളം കൊടുക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഫാക്ടം ബോസ് കിട്ടി, പൊട്ടാഷ് കിട്ടി, ഒരു കടക്കാരൻ പറഞ്ഞു അതടി ഇതടി മറ്റതിട്ട് മറിച്ചിട്ടെന്ന് പറയുന്നു. അവരാരെങ്കിലും ചെയ്തിട്ട് ഇതെന്താണ് സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മൾ ഫോളിയാർ വളങ്ങളൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് ചെടികൾ നൈട്രജൻ്റെ ലെവൽ കൂടും, ചെടിക്ക് ഹൈറ്റ് കൂടുന്നു. അപ്പം ഈ നമ്മുടെ ഗ്രോത്ത് റിട്ടാർഡൻ്റ് എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ഉള്ള പല കോമ്പൗണ്ട്സ് നമ്മുടെ ഫംഗസിനെ റിട്ടാർഡ് ചെയ്യുന്നതിനുള്ള എഫക്റ്റ് ഉണ്ട്. കാരണം ഇത് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ചെടിക്കകത്ത് കൂട്ടും. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുമ്പോൾ അമിതമായിട്ട് വെള്ളം ചെടിക്കകത്ത് പടച്ച് കയറത്തില്ല. അങ്ങനെ ചെടിക്കൊരു സ്റ്റിഫ്നെസ് കൂട്ടാൻ ഈ റിട്ടാർഡൻറ്റിന് കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ചെടികൾ സംസാരിക്കത്തുണ്ട് 19 അടി അല്ലെങ്കിൽ 13.045 അടി MAP അടി MKP അടി കാൽസ്യം നൈട്രേറ്റ് അടി ഒഴി എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഹ്യൂമിക് ആസിഡ് ചേർത്തൊഴി, ചേർക്കാതെ ഒഴി, അമിനോ ആസിഡ് ഒഴി എന്നൊക്കെ പറയുന്നു. ഈ വായി കിടക്കുന്ന നാക്ക് വെച്ച് പറയുന്നതിന് എന്തെങ്കിലും ചിലവുണ്ടോ? ഈ ചെയ്യുമ്പോൾ ഇതെന്തെന്ന് മനസ്സിലാക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നഷ്ടമാർക്കം ഉണ്ടാകുന്ന കർഷകർക്കാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന വളപ്രയോഗമാണ് പലപ്പോഴും പല രോഗങ്ങൾക്കും അമിതമായ കീടബാധകൾക്കും കാരണമാകുന്നത്. അങ്ങനെ ഈ നമ്മളിപ്പം പല യൂട്യൂബ് ചാനലുകൾ അതടിച്ചു ഇതടിച്ചു മറ്റതടിച്ചു, അതല്ല. അതിനെല്ലാം നമ്മൾ പ്രോഡക്റ്റ് ബേസ്ഡ് റെവല്യൂഷൻ, പ്രോഡക്റ്റ് ബേസിലത്തെ 10 പ്രോഡക്റ്റിൻ്റെ പേര് ആ പ്രോഡക്റ്റിനെ പറ്റി നീട്ടി വലിച്ച് പറയുന്നു. എനിക്ക് അടിച്ചപ്പോൾ കിട്ടി, മറ്റവനും അടിച്ചാൽ കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് പറയുന്നു. ഈ പ്രോഡക്റ്റ് ബേസ്ഡ് റെവല്യൂഷനാണ് ഇന്ന് കാടമ ഇൻഡസ്ട്രി ഇന്ന് തകരാനുള്ള ഏറ്റവും വലിയ കാരണം. കാരണം ഈ പ്രോഡക്റ്റിന് അമിതമായ വില, പ്രോഡക്റ്റിൽ അമിതമായി കണ്ണടച്ച് എന്താണ് അതിൻ്റെ സാങ്കേതിക മികവെന്നോ അതിൻ്റെ ടെക്നോളജി എന്താണെന്നോ നമ്മൾ തിരിച്ചറിയാതെ
നമ്മൾ കുറേ പ്രോഡക്റ്റ് കൊടുക്കുന്നു, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ അത് വിലയുള്ള സമയത്ത് ആ ഒരു സിസ്റ്റം കൂടി. പക്ഷേ ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ ഏലക്കായുടെ വില ദിനം പ്രതി വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇൻപുട്ട് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ടെക്നോളജി റെവല്യൂഷൻ നടക്കുമോ, പ്രോഡക്റ്റ് റെവല്യൂഷൻ ഓടുമോ? അതെ അതെ, ടെക്നോളജി റെവല്യൂഷനും പ്രോഡക്റ്റ് റെവല്യൂഷനും രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഓടണം അല്ലേ? അപ്പോൾ അതെന്ന് വെച്ചാൽ മനസ്സിലാക്കി, ടെക്നോളജി റെവല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ കർഷകർക്ക് ശരിയായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ലോ കോസ്റ്റ് ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്ത് അവർക്ക് വരുന്ന പ്രതിസന്ധികളെ നമുക്ക് എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പരിഹരിച്ചുകൊണ്ട് ഉൽപ്പാദനം കൂട്ടാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ടെക്നോളജി റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല നമ്മൾ കുറേ പ്രോഡക്റ്റ് മേടിച്ച് അതടി ഇതടി മറ്റൊന്നിപ്പോൾ പലപ്പോഴും തന്നെ ഇപ്പം കർഷകർ പലപ്പോഴും എന്നെ സംസാരിക്കും, സുരേഷ് സാറേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് കണ്ടിട്ട് ഓരോന്നിൻ്റെ അഭിപ്രായം നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഏലക്കായ്ക്ക് 4000 രൂപ വന്നാലും 400 രൂപ വന്നാലും നമുക്കത് ഏറ്റവും മിനിമം കോസ്റ്റിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും പറഞ്ഞ സ്യൂഡോമോണസോ ട്രൈക്കോഡർമയോ അല്ലെങ്കിൽ ബവേറിയ വെട്ടിസിലിയം പാസിലമൈസിസ് ബാസിലസ് സബ്റ്റിലിസ് ഏത് വേണമെങ്കിലും ഒരു 2 രൂപ ചിലവിൽ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. എങ്കിൽ മാത്രമല്ലേ നമുക്കുള്ള സേഫ് ടു ഈറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ നമുക്ക് ഓപ്ഷൻ സെൻറ്ററുകൾ ഈ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റെവല്യൂഷൻ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ടെക്നോളജിക്ക് മാത്രമേ പറ്റുള്ളൂ. ഒരിക്കലും പ്രോഡക്റ്റ് ബേസ്ഡ് കൊണ്ട് ഒരിക്കലും ഒരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. പ്രോഡക്റ്റ് ബേസ്ഡ് റെവല്യൂഷൻ ഹരിത വിപ്ലവത്തോടു കൂടി അതങ്ങ് അസ്തമിച്ചു. അതാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ കർഷകർക്ക് അവർ ചോദിക്കുക ഏറ്റവും ചിലവ് ചുരുങ്ങിയ മെത്തേഡ് എന്താണ്, ഏറ്റവും ചിലവ് ചുരുങ്ങി എങ്ങനെ കൃഷി ചെയ്യാമെന്നാണ് അവരുടെ ചോദ്യം വരുന്നത്. കാര്യം പണ്ട് കാലത്ത് വളമൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വാരിയിടുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നെല്ലാം കൃഷിക്കാർ മാറി അതിനെ ഡൈല്യൂട്ട് ഡോസിൽ കോമ്പിനേഷൻ ഫെർട്ടിലൈസർ ടെക്നോളജി ഉപയോഗിച്ച് വളരെ ലൈറ്റ് ഡോസിൽ വിശപ്പിനനുസരിച്ചുള്ള ഭക്ഷണം എന്നുള്ള കൺസെപ്റ്റിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഏക്കറിൽ ഇടാനായിട്ട് ഒരു 50-100 കിലോ വളം, 50 കിലോ അല്ലെങ്കിൽ വളം വേണമെന്നുള്ള സ്ഥാനത്ത് ഇപ്പോൾ അത് 20-25 കിലോ ആയിട്ട് ചുരുങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് കർഷകർക്ക് അവരെ ഭാരം കുറഞ്ഞു. ഇപ്പം ഒരു ഏക്കർ സ്ഥലത്തേക്ക് ഓരോ ചാക്ക് വളം ഉണ്ടെന്ന് വെച്ചാൽ ഒരു വർഷത്തേക്ക് അവൻ തികയും. അപ്പോൾ ഇങ്ങനെ ചെടിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി അതിനനുസരിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് കാർഷിക മേഖലയിൽ കൂടുതൽ ഉണർവുണ്ടാകുന്നത്. ഇല്ല എങ്കിൽ ഇത് മേടിച്ച് കർഷകർ എന്ത് പറ്റും, കടക്കടയിലേക്ക് പോയി ലാസ്റ്റ് എന്ത് ഇതിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഇനി നമുക്ക് ഈ പരിപാടി നിർത്താം. കാര്യം ഇങ്ങനെ കടം ഡെയിലി നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കൃഷിനാശം സംഭവിക്കും, കൃഷിയിൽ നിന്ന് പിന്നോക്കം വരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ കർഷകരിൽ തന്നെ ഒരുപാട് ശതമാനം കർഷകർ തന്നെ മിനിമം മരുന്നടിക്കുന്നു, മിനിമം വളം കൊടുത്ത് ചെടിയെ നിലനിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ സാറേ നമ്മളിപ്പോൾ ഗ്രോത്ത് റിട്ടാർഡൻറ്റിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പ്രൊമോട്ടറും ഹോർമോൺസും നമുക്കറിയാം. ഈ റിട്ടാർഡൻറ്റിൻ്റെ ഒരു ഉദാഹരണം സാധാരണ കർഷകർക്കും മനസ്സിലാവാൻ, റിട്ടാർഡിൽ സൈക്കോസെൽ എന്ന് പറഞ്ഞ CCC എന്ന് പറഞ്ഞ് വരും, മെപ്പിക്വാട്ട എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, പിന്നെ PBZ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, കുറേ സാധനം MH എന്ന് പറഞ്ഞത് മാലിക് ആൻറ്റിസൈഡ്, അങ്ങനെ കുറേ കെമിക്കൽസ് വരുന്നുണ്ട്. ഈ റിട്ടാർഡൻറ്റ് നമുക്ക് ഫംഗിസൈഡിന് പോലെ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ റിട്ടാർഡൻറ്റിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ചെടിക്കകത്തിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂട്ടുന്നു. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു, കോശങ്ങളെ സൈസ് കുറയ്ക്കുന്നു, ഹരിതത്തിൻ്റെ അളവ് കൂട്ടുന്നു. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി കൂടുന്നു. എപ്പോഴും ഫംഗസ് രോഗങ്ങൾ കൂടണമെങ്കിൽ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം കൂടിയാൽ മാത്രമേ ഫംഗസ് രോഗങ്ങൾ കൂടുള്ളൂ. അപ്പോൾ ഗ്രോത്ത് റിട്ടാർഡൻറ്റ് ഉപയോഗിക്കുമ്പോൾ എന്താ പറ്റും, ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുന്നു. രണ്ടാമത് സ്റ്റീറോൾ സിന്തസിസ്. ഈ ഫംഗസുകൾ വളരുമ്പോൾ സ്റ്റീറോൾ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു. അതാണ് അവൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഗ്രോത്ത് റിട്ടാർഡൻറ്റ് ഈ സ്റ്റീറോൾ സിന്തസിനെ ബ്ലോക്ക് ചെയ്ത് കളയുന്നു. അപ്പോൾ ഫംഗസിന് വളരാൻ പറ്റത്തില്ല, മൾട്ടിപ്ലൈ ചെയ്ത് രോഗം പിടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാനും ഈ ഗ്രോത്ത് റിട്ടാർഡൻറ്റിന് കഴിവുണ്ട്. പിന്നെ ഈ ഉണക്കിനെ പ്രതിരോധിക്കാൻ കഴിവുണ്ട്. അതിൽ ഈ വെജിറ്റേറ്റീവ് ഗ്രോത്ത് നമുക്കറിയാം. ഇപ്പോൾ ഞാൻ പലപ്പോഴും പല തോട്ടക്കാരെ പറ്റി കേൾക്കുമ്പോഴും ചെടി അമിതമായിട്ട് വളരുന്നു. നമ്മൾ ഈ ഫോളിയാർ വളങ്ങളും മറ്റുള്ള കാര്യങ്ങളും പ്രൊമോട്ടൊക്കെ അടിക്കുമ്പോൾ ഇത് അപാരമായിട്ട് വളർന്നു പോകുന്നു. അപ്പോൾ വളർന്നു പോയിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് 10-18 അടി പൊക്കത്തിൽ പോയിട്ട് മഴ പെയ്യുമ്പോൾ ഒടിഞ്ഞൊടിഞ്ഞ് വീണ ഭാരം കൊണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം നാരുകട്ടി കുറയുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ ഈ നാരുകട്ടി കൂടുന്നതിന് ഫോസ്ഫറസിൻ്റെ ലെവൽ ഹൈ ആയിട്ട് വേണം. അപ്പോൾ നമ്മളിപ്പോൾ പല ഭാഗത്ത് MAP ഉപയോഗിക്കുന്നു, MAP ഉപയോഗിക്കുന്നു, DAP ഉപയോഗിക്കുന്നു. ഫൈക്ടംപോസിലകത്ത് ഫോസ്ഫറസ് ഉണ്ട്. കാൽസ്യം ഉണ്ട്, അതിന് ഫോസ്ഫറസും വേണ്ടി വരും. കാൽസ്യം ഫോസ്ഫറസ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ കാൽസ്യം മണ്ണിലേക്കും ഫോസ്ഫറസും ഒന്നിച്ച് വീണിഞ്ഞ് കാൽസ്യം ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോഴത്തേന് ഇത് കോംപ്ലക്സ് ആയി ചെടിക്ക് കിട്ടാതെ വരും. അപ്പോൾ അത് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്
ഫോസ്ഫോറിക് ആസിഡിൻ്റെ വന്ന് 85% കിട്ടുന്നുണ്ട്. അതിനെ ഒരു 200 മില്ലി 200 ലിറ്റർ ആക്കിയിട്ട് അത് വളത്തിൻ്റെ മണ്ണിൽ വളത്തിൻ്റെ ഈ കോമ്പിനേഷൻ വളത്തിൻ്റെ ഒക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശക്തമായ വേര് പടലവും പിന്നെ വന്ന് നമുക്ക് അതിൻ്റെ കായ്ക്ക് വലിപ്പം കൂടുതൽ, ശരത്തിന് ആരോഗ്യം, ചിമ്പൊക്കെ നല്ല പൊട്ടാൻ സഹായിക്കുന്നുണ്ട്. അത് ഫോസ്ഫോറിക് ആസിഡ് 85%, 180+ GST ആണ് ഇപ്പം വില നിൽക്കുന്നത്. കർഷകർക്ക് നേരിട്ട് മേടിക്കുന്ന കേസുകൾ അതൊന്നും പോകേണ്ട ആവശ്യമില്ല. അത് ഈ ഇൻഡസ്ട്രിയൽ കെമിക്കൽ വിൽക്കുന്നിടത്ത് ടെക്നിക്കൽ ഗ്രേഡോ അല്ലെങ്കിൽ ഫുഡ് ഗ്രേഡൊക്കെ കിട്ടുന്നുണ്ട്, അത് മേടിച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോഴത്തേനും കൂടുതൽ നമുക്ക് ചിമ്പിന് ആരോഗ്യം കൂടുകയും പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള എന്താ പറയുക നമ്മുടെ കായ്ക്ക് ക്വാളിറ്റി വരാനും ശക്തമായ വേര് പടലും ഉണ്ടാകും. നമുക്കറിയാം ഫിസേറിയം എന്ന് പറഞ്ഞാൽ ഫംഗസ് രോഗം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പ്രഷൻ തന്നെ വരുന്നത് ഹൈ അക്യൂട്ട് ഫോസ്ഫേറ്റ് ഡെഫിഷ്യൻസിയാണ്, ഫോസ്ഫറസ് ഡെഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആ പിഗ്മെൻറ്റേഷൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഈ ന്യൂട്രിയൻ മാനേജ്മെൻറ്റിലുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ ഇപ്പോൾ പലപ്പോഴും നമുക്ക് വില്ലനായിക്കൊണ്ട് മാറിക്കുന്ന നൈട്രേറ്റ്, അമോണിക്കൽ നൈട്രജനും നൈട്രേറ്റും ഉള്ള ബാലൻസ് തെറ്റിക്കിടക്കുന്നത് കൊണ്ടാണ് ചെടി ആർത്ത് വളരുന്നതും പെട്ടെന്ന് അസുഖങ്ങൾ പിടിക്കുന്നതും അതിൻ്റെ കൂടെ കുറേ ടോണിക്ക് കൊടുക്കും ഒന്നുകൂടെ ബൂസ്റ്റപ്പായി പോകുന്നതും. അപ്പോൾ നമുക്കിനി നമ്മുടെ ഹൈ റേഞ്ചിലെ കർഷകർക്ക് ഗ്രോത്ത് റിട്ടാർഡൻറ്റ് വളരെ സ്ട്രിക്റ്റായിട്ട് അത് ശരിയായ അറിവോടുകൂടി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് അവർക്ക് രക്ഷ, ഉണക്കിൽ നിന്നോ പല രോഗങ്ങളിൽ നിന്നോ മാറില്ല ഇങ്ങനെ വരുമ്പോൾ. അത് ഗ്രോത്ത് റിട്ടാർഡൻറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം വലിക്കുന്നതിന് കുറഞ്ഞു പോകും, വലിച്ചെടുക്കത്തില്ല, കൂടുതൽ വലിച്ചാലും ഉണ്ടാകും. അതിനാകുമ്പോൾ ഫോസ്ഫറസിൻ്റെ ലെവൽ കൂട്ടുക, കാൽസ്യത്തിൻ്റെ ലെവൽ കൂട്ടും. ഫോസ്ഫറസിൻ്റെ ലെവൽ കൂടുമ്പോൾ നമ്മുടെ വേരിന് നല്ല സ്ട്രെങ്ത് വരും, കടുപ്പം കൂടും. ഈ മഴക്കാലത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ചെയ്യാമല്ലോ, അഴുകിൽ വരില്ലല്ലോ. അത് മഴയ്ക്ക് മുമ്പേ അടിച്ചു വിട്ടാൽ മതിയാവും. രണ്ടാമത് നമ്മൾ സിമൻറ്റ് ഉപയോഗിക്കാൻ പറയുന്നത് 200 ഗ്രാം സിമൻറ്റ് 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ. അത് സിലിക്കേറ്റ്സിൻ്റെയൊക്കെ വലിയൊരു കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളം കലക്കി ഒഴിക്കുമ്പോഴും 200 ഗ്രാം സിമൻറ്റ് 200 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വളത്തിൻ്റെ ഒക്കെ പിടിച്ച് വേരിനൊക്കെ ഭയങ്കരമായിട്ട് കടുപ്പം കൂടും. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അത് തന്നെ നമുക്ക് നമ്മുടെ മോരില്ലേ, മോരിന് പുളിയുള്ള മോരിനെ വെച്ചിട്ടൊരു 10, 25, 30 ദിവസം പഴക്കമുള്ള മോരെടുത്ത് നമ്മൾ സ്പ്രേ ചെയ്യുകയും ഒഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചെടിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് കൂടും. കാര്യം നമുക്കറിയാം ലാക്റ്റിക് ആസിഡ്, മാലിക് ആസിഡ്, സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഈ ഓർഗാനിക് ആസിഡ്സ് പലപ്പോഴും ചെടികളെ ഹെൽത്തിനും അത് പലപ്പോഴും ഈ പറയുന്ന പല ആസിഡ്സുകളും നമ്മുടെ ക്രബ് സൈക്കിളും നമ്മുടെ ഫോട്ടോസിന്തറ്റിക് സൈക്കിളിനകത്തും വരുന്ന ഇൻ്റർമീഡിയറ്റ്സ് ആണ്. പലപ്പോഴും ഇതിൻ്റെ ഏതെങ്കിലും അഭാവം കൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് ബയോകെമിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ആ റിയാക്ഷൻ ഒന്നുകൂടെ സ്പീഡപ്പ് ആകുകയും ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി കൂടുകയും ഗ്രോത്ത് റിട്ടാർഡൻറ്റ് ഉപയോഗിക്കുക കോശങ്ങളുടെ സൈസ് ക്ലോറോഫിലിൻ്റെ ലെവൽ കോൺസെൻട്രേഷൻ കൂടുകയും ചെടിക്ക് കഴിയും പച്ച നിറം വരികയും ഫോട്ടോസിന്തസിസ് കൂടുകയും കൂടുതൽ ഉൽപ്പാദനക്ഷമതയിലേക്ക് ചെടികളെ കൺവേർട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇത് ഗ്രോത്ത് റിട്ടാർഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. പക്ഷേ അതിനെ ഉപയോഗിക്കാൻ ആൾക്കാർക്ക് അറിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ചെയ്യുന്നെങ്കിൽ അതിന് കൃത്യമായ അറിവോടുകൂടി വേണം. അത് ന്യൂട്രിയൻ മാനേജ്മെൻറ്റും വാട്ടർ മാനേജ്മെൻറ്റ് എല്ലാം കറക്റ്റ് നോക്കി ചെടിയുടെ ഗ്രോത്ത് സ്റ്റേജെല്ലാം നോക്കിയിട്ട് വേണം അത് ഡിസിഷൻ എടുക്കേണ്ടത്. അതെ, ഈ റിട്ടാർഡിനെ പറ്റി അധികം ആർക്കും ഒരു അറിവില്ലെന്നാണ് ഇത് കേട്ടപ്പോൾ മനസ്സിലായത്. കിട്ടുന്നവരൊക്കെ റിട്ടാർഡിൻ്റെ മാർക്കറ്റിൽ കൊണ്ടിട്ട് അടിക്കുന്നു, കിട്ടി പോയാൽ പോയി, ഇല്ല പൊട്ടക്കണ്ണം മാവിൽ എറിഞ്ഞ അതേ അവസ്ഥയാണ്. എങ്ങനെയാലും വിറ്റ് തീർക്കണം. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. ഇതിപ്പോൾ അറിവോടുകൂടി കൃഷിക്കാർ അതിന് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങളുടെ കൃഷിക്കാരെ കൊണ്ട് ഞാൻ ചെയ്യിക്കാറുണ്ട്, റിട്ടാർഡൻ്റ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതെല്ലാം കറക്റ്റ് ചെയ്തെൻ്റെ ചെടിക്ക് ആരോഗ്യം വന്നു, മണ്ണിന് ആരോഗ്യം വന്നു, ന്യൂട്രിയൻ ബാലൻസ് ചെയ്തു, ചെടിയുടെ അവസ്ഥയെപ്പറ്റി മനസ്സിലാക്കി അതിനുശേഷം പറയുന്നുണ്ട് നിങ്ങൾ ഈ റിട്ടാർഡൻ്റ് ഈ സമയത്ത് ഉപയോഗിച്ചു വന്നു. ഓക്കെ, ഒരുപാട് നന്ദി സാർ. ഇപ്പം ഇത്രയും വിലയേറിയ അറിവുകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ. അപ്പോൾ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.